രാജ്യത്തെ ജയിലുകളിൽ ഇനി ഭാര്യമാരെയും ഒപ്പം കട്ടിലുമൊക്കെ അനുവദിക്കണം എന്ന് കേൾക്കുന്നു. ഞാനീ പറഞ്ഞത് വെറുതെ അല്ല. കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാംഗം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതായി കേൾക്കുന്നു. വാസ്തവമുണ്ടോ എന്നറിയാനാ? വാസ്തവമുണ്ടല്ലോ, രാജ്യസഭാ രേഖകളിലുണ്ട്. നമ്മുടെ ഹാരിസ് ബീരാൻ, ആലുവക്കാരനാണ്, ലീഗിൻ്റെ പ്രതിനിധിയായി രാജ്യസഭയിലെത്തിയ ഡൽഹിയിലെ അഭിഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന VK ബീരാൻ്റെ മകനാണ്. ഇനി കുറച്ചുകൂടെ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മുടെ പാലാരിവട്ടം പാലം ഫെയിം ഇബ്രാഹിം കുഞ്ഞിൻ്റെ സഹോദരൻ്റെ മകനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ വീറോടെ, കോടതിയിൽ വാദിക്കുന്നത് പോലെ വീറോടെ വാദിച്ചു. ജയിലിൽ കഴിയുന്ന തടവുകാർക്ക് ദാമ്പത്യത്തിനുള്ള അവകാശം, ദാമ്പത്യ ബന്ധത്തിനുള്ള അവകാശം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിലുള്ള അവകാശം വേണമെന്നുള്ളതാണ് പച്ച മലയാളം. അതാണല്ലോ. അപ്പോൾ അവർക്ക് അതിനെ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഇണകൾക്ക് പരസ്പരം സഹവസിക്കാനുള്ള അവകാശം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവർക്ക് അങ്ങനെ അടുത്തിടപഴകണം, അതിനുള്ള അവകാശമുണ്ട്. അത് ആർട്ടിക്കിൾ ഭരണഘടനയുടെ അനുച്ഛേദം 21 അങ്ങനെ നിഷേധിച്ചാൽ 21 ലംഘനമാണ്. അതുകൊണ്ട് ജയിലിൽ കഴിയുന്ന ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെയും സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെയും ജയിലിലെത്തി അവരുടെ ലൈംഗിക ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അവസരം ഉണ്ടാക്കണമെന്നാണ് പച്ച മലയാളത്തിൽ ഹാരിസ് ബീരാൻ ആവശ്യപ്പെട്ടത്. നമുക്ക് നോക്കുമ്പോൾ വലിയ പുരോഗമനപരമായ കാര്യമായി. കാരണം അദ്ദേഹം ഈ സൈക്കോളജിയൊക്കെ വിശദീകരിച്ചു. കാരണം അങ്ങനെയൊന്നും അവസരം ഉണ്ടായില്ലെങ്കിൽ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരും, പുറം ലോകവുമായിട്ട് ബന്ധമില്ല, അവരുടെ മനോനിലയൊക്കെ വല്ലാതാവും, അവരെ കാര്യമായി ബാധിക്കും, നിരാശയുണ്ടാവും, വിഷാദമുണ്ടാവും, അവർക്ക് അവരുടെ പെരുമാറ്റത്തെ ബാധിക്കും. അതുകൊണ്ട് ദാമ്പത്യ അവകാശം ആർക്ക് കൊടുക്കണം? ജയിൽ പുള്ളികൾക്ക് നൽകണം. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞു ജയിൽ പുള്ളികളിൽ 5,73,270 പേര് വിചാരണ തടവുകാരായി കഴിയുന്നുണ്ട്. കേസ് നടക്കുകയാണ്, വിധിയായിട്ടില്ല, ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ ഇത്രയും ആളുകൾ ഭാര്യമാരെ ഇല്ലാതെ, ഭർത്താക്കന്മാരെ ഇല്ലാതെ കഴിയുകയാണ്. അതുകൊണ്ട് അവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം എന്ന് പറയും. നമുക്ക് നോക്കുമ്പോൾ വളരെ മനുഷ്യാവകാശപരമായ, വളരെ ഉദാത്തമായ കാര്യമെന്നൊക്കെ തോന്നും. പക്ഷേ ഹാരിസ് ബീരാൻ ഇത് പറയുമ്പോൾ ഇക്കാലം അത്രയും നമ്മുടെ രാജ്യത്ത് ഇങ്ങനൊരു ആവശ്യം ഉയർന്നു വന്നിട്ടില്ല. ഇപ്പം പെടുന്നതിന് എന്താ വരാൻ കാരണം? അതിനകത്തൊരു സൂത്രമുണ്ട്. കാരണം സമീപകാലത്താണ് ഹാരിസ് ബീരാനൊക്കെ വലിയ താല്പര്യവും സ്നേഹവും മമതയുള്ള കുറേ ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പിടിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരെന്ന് പറയും. നമ്മൾ സംശയിക്കുകയാണ്. അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വേണ്ടിയൊന്നും പറഞ്ഞില്ല, മുഴുവൻ പേർക്കും വേണ്ടിയിട്ടാണ്. മുഴുവൻ പേർക്ക് വേണ്ടി പറയുമ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർക്കും കിട്ടുമല്ലോ. കാരണം അവർ മനുഷ്യാവകാശത്തിൻ്റെ പതാകവാഹകരായിട്ട് കേരളത്തിൽ നാട്ടിലെമ്പാടും സമാധാനം, ശാന്തി, ഇതിൻ്റെയൊക്കെ വെള്ളരിപ്രാവുകളെ പറത്തി നടത്തിയവരാണല്ലോ. അവർ ദാമ്പത്യ അവകാശം എക്കാലത്തും പുലർന്നു കിട്ടാൻ വേണ്ടി പ്രവർത്തിപ്പിച്ചവരുമാണ്. അത് ഓർക്കുന്നുണ്ടല്ലോ, പാലക്കാട് ശ്രീനിവാസൻ ഭാര്യയുമായിട്ട് ബൈക്കിൽ പോകുമായിരുന്നു. ഭാര്യയായിട്ട് ദാമ്പത്യ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭാര്യ ഭർത്താവും ഉണ്ടാവുന്നത്. ആ ശ്രീനിവാസനെ ബൈക്ക് തട്ടിമറിച്ചിട്ട് വീഴിച്ച് ഭാര്യയുടെ മുന്നിൽ വെച്ച് വെട്ടിക്കൊന്നു. ഇനി ദാമ്പത്യ ബന്ധത്തിലുണ്ടായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ ഈ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ വീട്ടിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെട്ടിക്കൊന്നു. ദാമ്പത്യാവകാശവും പോലെ തന്നെയാണ് കുടുംബാവകാശവും. കുടുംബത്തിൽ ജീവിക്കാനുള്ള അവകാശവും എല്ലാവർക്കും ഉണ്ട്. ഇനിയിപ്പോൾ ദാമ്പത്യാവകാശം പറഞ്ഞിട്ട് നാളെ കുടുംബാവകാശം പറയും. കുടുംബാംഗങ്ങളോടെ കഴിയാൻ ഒരു കുറ്റവാളിയെ അനുവദിച്ചില്ലെങ്കിൽ അവൻ്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ ബാധിക്കും, അവന് വിഷാദം ഉണ്ടാകും എന്നൊക്കെ പറയാം. അപ്പോൾ പിന്നെ ജയിലിൽ ഒന്നെങ്കിൽ കുടുംബാംഗങ്ങളെ മുഴുവൻ ജയിലിൽ പാർപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് തടവ് ശിക്ഷ ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ തന്നെ ഇരുന്നു, വീട്ടു തടങ്കൽ മതി എന്നായിരിക്കും നാളെ വ്യാഖ്യാനിക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഈ ആവശ്യപ്പെട്ടത് ഈ മനുഷ്യാവകാശപരമായി ശരിയാണെന്നൊക്കെ വേണം കരുതാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് എല്ലാ ജയിൽ സെല്ലുകളിലും കട്ടിൽ, തലയണ, കിടക്ക തുടങ്ങിയ സാധനങ്ങൾ അനുവദിച്ചു കൊടുക്കേണ്ടതാണ്. ഭാര്യമാർക്ക് ആഴ്ച ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, പിന്നെ അത് ഒരു ദിവസം 2 ദിവസം ഒന്നും പറയാൻ പറ്റത്തില്ലോ. ആഗ്രഹം തോന്നുമ്പോഴൊക്കെ പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ക്രഷ് തുടങ്ങേണ്ടി വരും. ഇത് ഈ ദാമ്പത്യാവകാശത്തിൻ്റെ ഭാഗമാണല്ലേ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക, പ്രത്യുത്പാദനം നടത്തുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ അവകാശമാണ്. അപ്പോൾ ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് വംശവർദ്ധനം ഉണ്ടാക്കാനുള്ള അവകാശം നിഷേധിക്കാൻ പാടുണ്ടോ? അതും പാടില്ല. അപ്പം നാളെ നഴ്സറി സ്കൂള്, കിൻഡർ ഗാർഡൻ, കർഷ്, ജയിലിലൊരു കോളേജ്, ഇതൊക്കെ ആലോചിക്കാം, സ്കൂളൊക്കെ ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് തമാശയല്ല. ഇതിപ്പോൾ നോക്കൂ, 2047 ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങി അവലും മലരും കുന്തിരിക്കും ഒക്കെ വാങ്ങിച്ചു വന്ന് പരസ്യമായി നമ്മുടെ മുന്നിൽ വെല്ലുവിളിച്ച് നടക്കാൻ പ്രാപ്തി ഉണ്ടായിരുന്ന, ശേഷി ഉണ്ടായിരുന്ന ഒരു സംഘത്തെ ഒറ്റ രാത്രി ഇരുണ്ട് വെളുത്തപ്പോഴാണ്
അമിത്ഷായുടെ പിള്ളേർ വന്ന് പിടിച്ചോണ്ട് പോയത്. അതെ അല്ലേ? അതെ. അത് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് നമ്മുടെ അദാനിക്കെതിരെ വലിയ സമരം നടക്കുമായിരുന്നു. അദാനിക്കെതിരെ വിഴിഞ്ഞത്ത് സമരം നടക്കുന്നു, വലിയ അക്രമാസക്തമായ സമരം നടക്കുന്നു. ഉടനെ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വരുന്നു, കേന്ദ്രസേനയെ വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഹൈക്കോടതി കേന്ദ്രസേന വരുന്ന കാര്യം പരിഗണിക്കുന്നു, കേന്ദ്രസേനയെ ഹൈക്കോടതി വിളിക്കും എന്നൊക്കെ ആ പ്രതീതി ഉണ്ടാകുന്ന കാലത്ത് നമ്മുടെ നേവൽ ബേസിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 2-3 വിമാനങ്ങൾ വന്നിറങ്ങി. അതിൽ നിന്ന് ഏതാണ്ട് 700ഓളം നമ്മുടെ പാരാമിലിറ്ററി CRPFൻ്റെ ഭടന്മാരാണ് ഇറങ്ങിയത്. അത് ഇങ്ങനെ വരുന്ന ഭടന്മാരെ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമ്മളൊക്കെ കരുതിയത്, കേരളത്തിലെ എല്ലാവരും, കേരള പോലീസും കരുതിയത് ഹൈക്കോടതി ചിലപ്പോൾ മിക്കവാറും വിഴിഞ്ഞത്ത് കേന്ദ്രസേനയുടെ സഹായം കൊടുക്കാൻ ഉത്തരവിടും. അത് അഡ്വാൻസ് ആയിട്ട് മുന്നിൽ അദാനിയാണല്ലോ മോദിയെ നിയന്ത്രിക്കുന്നത്. അപ്പം അദാനിക്ക് വേണ്ടി ഒരു പെറ്റീഷൻ വന്നപ്പോഴേ അദാനിയെ സഹായിക്കാൻ വേണ്ടി കേന്ദ്രസേനയെ നെടുമ്പാശ്ശേരിയിൽ ഇറക്കി, നെടുമ്പാശ്ശേരിയല്ല നമ്മുടെ കൊച്ചിൻ നേവൽ എയർപോർട്ടിൽ ഇറക്കി എന്നാണ് എല്ലാവരും കരുതിയത്. അതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ സംഗതി പറയായിരുന്നു, കേന്ദ്രത്തിന്റെ തീരുമാനപ്രകാരം രായ്ക്ക് രാമാനം PFIക്കാരെ പൊക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അക്കൂട്ടത്തിൽ ഒരേ ഒരു മലയാളി ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ മലയാളി ഉണ്ടായിരുന്നുള്ളൂ. ഭാഗ്യവശാൽ ആ മലയാളിയോട് സംസാരിക്കാൻ അവസരം ഉണ്ടായ ആളാണ് ഞാൻ. ആ മലയാളിയോട് ഞാൻ സംസാരിച്ചു. മലയാളിയായിരുന്നു, അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പല ക്യാമ്പുകളിൽ നിന്ന്, പല യൂണിറ്റുകളിൽ നിന്ന്, ഏറ്റവും ആസാമിലെയും ഒക്കെ വളരെ വിദൂരമായ യൂണിറ്റുകളിൽ നിന്നുള്ള ആളുകളെ ആണ് സംഘടിപ്പിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. അവർക്ക് പോലും അറിയില്ല എന്തിനു പോകുന്നു, എവിടെ പോകുന്നു. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള ഓപ്പറേഷൻ നടത്തി കേരളത്തിലെ മുഴുവൻ PFIക്കാരെ പൊക്കിക്കൊണ്ടുപോയി, ഒറ്റയടിക്ക് പൊക്കിക്കൊണ്ടുപോയി. ഒന്ന് നിലവിളിക്കാൻ പോലും സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ എന്തായിരുന്നു വന്നിട്ട് വഴിതടയൽ ബഹളം ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ പോയ വഴിക്ക് പുല്ല് എടുത്തിട്ടില്ല. ഇന്നിപ്പോൾ അവരെവിടെയാണ്, എങ്ങനെയാണ്, ഏത് ജയിലിലാണെന്ന് പോലും ആർക്കറിയില്ല, എന്ന് പുറത്തു വരുമെന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി പരസ്യമായി പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ജയിലിലുള്ള മുഴുവൻ പേർക്കും വേണ്ടിയിട്ട് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ വേണം എന്നുള്ള വാദമൊക്കെ ഉയർത്തിയാൽ ആ കൂട്ടത്തിൽ വാഴ നനയുമ്പോൾ ചീരയും നനയും എന്ന് പറയുന്നത് പോലെയുള്ള ചില സിദ്ധാന്തങ്ങളുമായി ആളുകൾ വരുന്നുണ്ട്. കാരണം പോപ്പുലർ ഫ്രണ്ടുകാരുടെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിൽ അവരുടെ വസ്തുക്കളൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത്ര വലിയ തിടുക്കമൊന്നും വേണ്ട, പതുക്കെ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ കേരള സർക്കാർ അടക്കം ഈ പോപ്പുലർ ഫ്രണ്ടുകാരോട് വളരെ കരുണാപൂർവമായ സ്നേഹമസൃണമായ ഒരു നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടി പരസ്യമായി പറഞ്ഞാൽ പെട്ടുപോകും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഇവർക്ക് ഗുണം കിട്ടണമെങ്കിൽ എന്താണ്, മൊത്തം ബ്ലാങ്കറ്റ് ആയിട്ടൊരു കാര്യം പറയുക, പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം മനുഷ്യാവകാശത്തിൻ്റെയും ജീവകാരുണ്യ പ്രവർത്തനമാണ് നടത്തിയിട്ടാണല്ലോ ഇവരൊക്കെ ജയിലിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് മനുഷ്യാവകാശം കൊടുക്കണമല്ലോ. ജയിലിൽ പോകുന്നവരിൽ നിരപരാധികളും ഉണ്ടാവാം, തർക്കമൊന്നുമില്ല. കള്ളക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുണ്ടാവാം, പെട്ടുപോയവരുണ്ടാവാം. കാരണം ചിലപ്പം ഒരു മർഡർ കേസിൽ പ്രതിക്ക് ചിലപ്പം രാത്രി നമ്മുടെ രാജീവ് ഗാന്ധി കൊലക്കേസിൽ കണ്ടാണ് 2 ബാറ്ററി വാങ്ങിച്ചു കൊടുത്തവൻ ജയിലിൽ പോയി എന്ന് പറയുന്നു. ഒരു ബാറ്ററി വാങ്ങിച്ചു കൊടുത്തത് അത്ര നിഷ്കളങ്കമാണോ എന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ ഒന്നും അറിയില്ല, പോകുന്ന വഴിക്ക് മോനെ 2 ബാറ്ററി വാങ്ങിച്ചു തന്നെ എന്ന് പറഞ്ഞ് ബാറ്ററി മേടിച്ചു കൊടുത്തു. അങ്ങനെ നിഷ്കളങ്കമായും പെട്ടുപോകാം. അല്ലെങ്കിൽ ഈ ഓപ്പറേഷന് ബാറ്ററി ആവശ്യമുണ്ട് എന്നറിഞ്ഞ് ബാറ്ററി വാങ്ങാൻ പോയതുമാകാം. അതൊക്കെ കോടതി പലതരത്തിൽ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതാണ് ഇയാളുടെ ഇൻവോൾവ്മെന്റ്. അപ്പോൾ ഏതായാലും അങ്ങനെ നിരപരാധികളായി പെട്ടുപോകുന്നവരും ജയിലിലുണ്ട്, തർക്കമൊന്നുമില്ല. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഒരു ക്രൈം ചെയ്ത ആളുകളെ നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ അവരുടെയൊക്കെ മനുഷ്യാവകാശം, കൊല്ലപ്പെടുന്ന ആളുകളുടെ മനുഷ്യാവകാശമൊന്നുമില്ല. അപ്പോൾ ഹാരിസ് ബീരാൻ പറയുന്നത് ദാമ്പത്യാവകാശം മൗലിക അവകാശമാണ്, ആർട്ടിക്കിൾ 21 ഭരണഘടന 21-ാം അനുച്ഛേദത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ ദാമ്പത്യ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന ആളുകളെ അരുൺകൊല ചെയ്ത, എങ്ങനെയാണ് കൊല്ലുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ആളുകളെ കുത്തിക്കൊല്ലുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, വെട്ടിക്കൊല്ലുന്നത് കേട്ടത്, കൂടം കൊണ്ട് അടിച്ച് തലയടിച്ച് ചതച്ച് ചമ്മന്തിയാക്കുന്നത് കേട്ടിട്ടുണ്ടോ? രഞ്ജിത്ത് ശ്രീനിവാസനെ കൊന്നത് അങ്ങനെയാണ്. കാരണം അത് ഈ ട്രയലിൻ്റെ സമയത്ത് ഒരാളെ കൊലപ്പെടുത്തിയാൽ കുത്തിയ കത്തിയുടെ വലിപ്പം, നീളം, ആഴം ഒക്കെ അടക്കുന്നത് സയന്റിഫിക് ആയിട്ട് തെളിയിക്കും. കൂടെ കൊണ്ടടിച്ചാൽ എങ്ങനെ തെളിയിക്കാൻ പറ്റും? മുറിപ്പാട് കണ്ടോ? തലയൊക്കെ അടിച്ച് ചമ്മന്തിയാക്കുക. ഈ പല കേസുകളിലും SDPI പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല ആളുകളും നടത്തിയ കൊലക്കേസുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചിലരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർ പറയുന്നതും ചാർജ് ഷീറ്റിലൊക്കെ പറയുന്ന ചുറ്റിക അല്ലെങ്കിൽ കൂടം കൊണ്ട് തലയടിച്ച് ചമ്മന്തിയാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര നരാധമമായ, എത്ര ഭീവത്സമായ രീതിയിൽ ഒരു മനുഷ്യനെ കൊല്ലുക. ക്രൂരതയ്ക്കൊന്നും ഒരു ഇല്ല. ക്രൂരത, ഒരാളെ നമ്മൾ ദേഷ്യം വന്നിട്ട് കുത്തിക്കൊന്നു, അത് കുത്തിക്കൊന്നത് വലിയ കാര്യം എന്നല്ലേ പറഞ്ഞത്, അത് സഡൻ പ്രൊവോക്കേഷൻ അല്ലെ വൈരാഗ്യം കൊണ്ട് വെട്ടിക്കൊന്നു. ഒരാളെ
കൂടം കൊണ്ട് തലയടിച്ച് ചതച്ച് തലയില്ലാതാവണം എന്നൊക്കെ പറയുന്ന ഒരു ഭീകരത നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടെ ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് ദാമ്പത്യാവകാശം കൊടുക്കണമെന്ന് ഹാരിസ് ബീരാനെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ, അത് എം പി അത് മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിപ്പോൾ ലീഗിലെ ചില ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹം ലീഗിലെ പേയ്മെൻറ്റ് സീറ്റുകാരനാണെന്ന്. ഹാരിസ് ബീരാൻ ഈ പറഞ്ഞ പോലെ ലീഗിൻ്റെ ഒരു വലിയ പ്രവർത്തകനൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടി പരിപാടികളിലൊന്നും ഹാരിസ് ബീരാനെ കണ്ടിട്ടില്ല. VK ബീരാൻ്റെ മകനായിരുന്നു എന്നുള്ളത് ഇബ്രാഹിം കുഞ്ഞിനെ അറിയാം. അദ്ദേഹം ബിനാനി സിംഗിൽ ജോലി ചെയ്തു മുതൽ MLA MP ഒക്കെ ആയിരുന്ന കാലം മുതൽ കൊച്ചിക്കാർക്കറിയാം. അത് പോട്ടെ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും ഹാരിസ് ബീരാൻ ലീഗിൻ്റെ പ്രമുഖ നേതാവും ലീഗിൻ്റെ ഏതെങ്കിലും പരിപാടിയിലൊക്കെ പങ്കെടുത്തതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല, വാർത്തകളിൽ പോലും കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം ഡൽഹിയിലെ അഭിഭാഷകനാണ്. കേരളത്തിൽ മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും, ഇപ്പോൾ നമ്മുടെ സിദ്ദിഖാപ്പൻ്റെ കേസ്, അത് കപിൽ സിബലാണ് ഹാജരായത്. എന്നാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തതുമൊക്കെ ഹാരിസ് ബീരാനാണ്. നേരത്തെ ആരോപണം ഉണ്ടായിരുന്നു ഈ PFIക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോമിനിയാണ് ലീഗിൻ്റെ എന്നൊക്കെ അങ്ങനെ പറയുന്നു. അത് ആരോപണം ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ നമുക്കും തെളിവൊന്നുമില്ല. PFIക്ക് വേണ്ടിയിട്ട് PFIയുടെ നോമിനിയായി, അതാണ് പേയ്മെൻറ്റ് സീറ്റൊക്കെ പറയുന്നത്. ഇന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ പലതും പറയും. നമ്മുടെ തെളിവില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ പോലും അദ്ദേഹത്തിന് ഇത്തരം മുസ്ലിം പക്ഷപാതപരമായ കേസുകളിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ഡൽഹിയിൽ നിൽക്കുന്ന ഒരാളാണ് പ്രധാനമായും. അദ്ദേഹം എല്ലാ കേസുകളും എടുക്കുന്നുണ്ടാവാം. പക്ഷേ പ്രധാനപ്പെട്ട കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിം പക്ഷ കേസുകളൊക്കെ പ്രധാനമായും കൈകാര്യം ചെയ്യുന്ന ആളാണ് ഹാരിസ് ബീരാൻ. ദില്ലിയിലെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇദ്ദേഹത്തിന് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അത് വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവർക്കും നല്ല ബന്ധമുണ്ട്. അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനും ഈ കേരള ഹൈക്കോടതിയിൽ നിയമകാര്യ ലേഖകനായിട്ട് 10-12 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. കേരളൗമുദി ദിനപത്രത്തിന് വേണ്ടി. എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങൾക്കും അവിടെ ഒരു ഫുൾ ടൈം സ്റ്റാഫ് റിപ്പോർട്ടർ ഹൈക്കോടതിയിലുണ്ട്, സുപ്രീം കോടതിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഒരുപാട് അഭിഭാഷകരുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ ഹാരിസ് ബീരാനുമായിട്ട് ദില്ലിയിലെ അഭിഭാഷകർക്ക് ബന്ധമുണ്ടാകുന്നത് തെറ്റൊന്നുമല്ല. കാരണം ദില്ലിയിലെ അഭിഭാഷക പ്രവർത്തകരാണല്ലോ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മാതൃകാപരമായ പത്രപ്രവർത്തനം നടത്തുന്ന, സത്യസന്ധതയ്ക്ക് പേരുകെട്ട പത്രപ്രവർത്തകർക്ക് ഡൽഹിയിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ചിരിക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ നല്ല ബന്ധം വാർത്തകൾ. അവിടെ ജോർജ് കള്ളിവയലിൽ എന്താ ഒന്നാന്തര ജേർണലിസ്റ്റല്ലേ, എന്താ അദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപിക്കാനുള്ളത്? ഇപ്പോൾ മണിപ്പൂരിനെ കുറിച്ച് എല്ലാവരും കൂടെ ബഹളം ഉണ്ടാക്കി, മണിപ്പൂരിൽ RSS BJP ക്രിസ്ത്യാനികളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യുന്നു പറഞ്ഞപ്പോൾ കള്ളിവയലിൻ്റെ പുസ്തകം വന്നു. എന്താ അവിടെ നടക്കുന്നത്? ഇതൊന്നുമല്ല അവിടെ നടക്കുന്നത് വംശീയ കലാപമാണ്. ഈ പറയുന്ന നാറേറ്റീവ് ഒന്നും അല്ല സത്യം എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ദീപിക ദിനപത്രത്തിൻ്റെ ദില്ലിയിലെ ചുമതലക്കാരനായ ജോർജ് കള്ളിവയലിലാണ്. അപ്പോൾ അങ്ങനെ നല്ല പത്രപ്രവർത്തകരുണ്ട്. നിങ്ങളങ്ങനെ ചിരിക്കല്ലേ, ദില്ലിയിലെ പത്രപ്രവർത്തകരൊക്കെ മാതൃക പത്രപ്രവർത്തകരാണെന്ന് പറയുമ്പോൾ. ഞാൻ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു, എന്തിലും കുറ്റം കണ്ടുപിടിക്കരുത് കേട്ടോ. അങ്ങനെ കുറ്റം കണ്ടുപിടിച്ചില്ല, ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ബന്ധം സ്ഥാപിക്കുന്ന നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഹാരിസ് ബീരാൻ ഇതുപോലെ ദില്ലിയിലെ മാധ്യമ പ്രവർത്തകരുമായിട്ടൊക്കെ നല്ല അടുപ്പമുള്ള ഒരു അഭിഭാഷകനാണ്. അദ്ദേഹം മികച്ച വക്കീലായിരിക്കണം, എനിക്കറിയില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ കേസുകളുടെ പ്രൊഫൈലും ക്രെഡൻഷ്യൽസും നോക്കിയിട്ടില്ല. ഹാരിസ് ബീരാനെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ മിക്കവാറും ഒക്കെ ഹാരിസ് ബീരാനെ കുറിച്ച് പറയാറുണ്ട്. ഇടയ്ക്കൊക്കെ ചില വിഷയങ്ങളിൽ സബ്ജക്റ്റ് എക്സ്പേർട്ട് എന്ന നിലയിൽ അദ്ദേഹം വരാറുണ്ട്. അതൊക്കെ കൊള്ളാം. അപ്പോൾ ഏതായാലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് എന്തായാലും നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അടിയന്തര എത്ര ആവേശത്തോടെയാണ് അദ്ദേഹം രാജ്യസഭയിൽ വാദിച്ചതെന്നറിയാം. പക്ഷേ ചില നേരത്ത് ഞാൻ സിനുവിനെ പോലെ ദോഷേകതർക്കാകും. കാരണം ഇക്കാലം അത്രയും പറയാതെ പാർലമെന്റിൽ ആരും പറഞ്ഞിട്ടില്ല. ഇതിനു മുമ്പ് ഹാരിസ് ബീരാൻ ഇപ്പോഴാണ് വേണേൽ MP ആയെന്ന് പറയാം കേട്ടോ. അങ്ങനത്തെ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം കൂടിയുണ്ട്. എന്താ പക്ഷേ വേറെ കാര്യമുണ്ട്, അഭിഭാഷകൻ എന്നല്ലേ അദ്ദേഹത്തിന് പറയാമല്ലോ. ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഈ ദാമ്പത്യാവകാശം, കട്ടിലിനും ഭാര്യയ്ക്കും അല്ലെങ്കിൽ ഭാര്യമാർക്ക് ഭർത്താവിനും ഉള്ള അവകാശമുണ്ട്. അതിനുവേണ്ടി ഒരു നിയമനിർമ്മാണമൊക്കെ നമ്മുടെ രാജ്യത്ത് ആവശ്യമാണെന്ന് പറയാൻ MP ഒന്നും ആവണ്ട. അഭിഭാഷകനായിട്ടിരിക്കുമ്പോഴും പറയാൻ വേണേൽ സുപ്രീം കോടതിയിൽ ഒരു SLPയോ ഒരു റിട്ട് പെറ്റീഷനോ ഒക്കെ കൊടുക്കാവുന്നതാണ്. അതൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കേട്ടോ. ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എങ്ങാനും തോറ്റുപോയി രാഹുൽ ഗാന്ധി വന്ന ഒരു സംശയമുണ്ടല്ലോ, PFIയുടെ നിരോധനമൊക്കെ പുള്ളി എങ്ങോട്ടും മാറ്റും, അപ്പോൾ ഇവർക്കൊക്കെ ഇറങ്ങി വരാം എന്നാണ് കരുതിയിരുന്നത്. അത് നടന്നില്ല. എന്തായാലും NDA സർക്കാർ അധികാരത്തിൽ വന്നു. പിന്നെ JDUവും നമ്മുടെ തെലുങ്ക് ദേശവും പാർട്ടിയും കൂടെ 16-12 സീറ്റുള്ള അവർ 28 സീറ്റ് വെച്ചിട്ട് മോദിയെ അങ്ങനെ വിലപേശി അട്ടിമറിച്ചിടും എന്ന് കരുതി. അതും നടക്കുന്നില്ല. അങ്ങനെ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ പുറത്തേക്ക് വരാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. അപ്പോൾ അവർക്ക് നിരാശ, മനോനില തെറ്റൽ,
വിഷാദം ഇതൊക്കെ ഉണ്ടാവാം. പിന്നെ മക്കളുണ്ടാവാൻ ആഗ്രഹം ഉണ്ടാവില്ലേ മനുഷ്യന്? പിന്നെ അടുത്ത തലമുറ എന്ന നിലയിൽ ഉണ്ടാവുക എന്നുള്ളത് ഏത് മനുഷ്യൻ്റെയും നൈസർഗികമായൊരു വാസനയാണ്. അതൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യന് ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ, അതൊന്നും തെറ്റാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഹാരിസ് ബീരാൻ ഇത് പറയുമ്പോൾ നമുക്കൊരു സംശയമൊക്കെ തോന്നും. അപ്പോൾ ദാമ്പത്യ അവകാശം പോപ്പുലർ ഫ്രണ്ടുകാർക്ക് കൊടുക്കണമെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറയാം, വാഴ നനയുമ്പോൾ ചീരയും നനയട്ടെ എന്ന് ഹാരിസ് ബീരാൻ ആഗ്രഹിച്ചോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അല്ലെങ്കിൽ കൊള്ളാം. കാരണം അദ്ദേഹം ഒരു വലിയ ലീഗൽ ഫ്രട്ടേണിറ്റിയുടെ ഭാഗമായി പറഞ്ഞാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല നമസ്കാരം, ദാമ്പത്യാവകാശം വരട്ടെ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് 5,73,220 പേര് വിചാരണ തടവുകാർ മാത്രമുണ്ട്. 5 ലക്ഷം കട്ടിൽ മിനിമം വേണം. പിന്നെ മൊത്തം കിടക്കുന്ന എത്ര പേരായിരിക്കും? നല്ല കാര്യമാണ്. ഇന്ത്യയിലെമ്പാടുമുള്ള ആശാരിപ്പണി ചെയ്യുന്ന ആളുകൾക്ക് വലിയ തോതിൽ തൊഴിലവസരം ഉണ്ടാവും. കിടക്ക നിർമ്മാണം വ്യാപകമാകും. തലയണകൾ ആവശ്യമായിട്ട് വരും. ഹാരിസ് ബീരാൻ്റെ ഈ നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭ അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിച്ച് ഇപ്പോൾ നിയമമൊക്കെ മാറ്റിയല്ലോ, എന്നിട്ട് പുതിയ അതിനൊരു അമെൻമെൻറ്റൂടെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു നിയമത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ, ജയിൽ നിയമങ്ങളിൽ മാറ്റം വരുത്തിയാലും മതി, വളരെ നന്നായിരിക്കും. അപ്പോൾ ഹാരിസ് ബീരാന് നമുക്കൊരു നല്ല നമസ്കാരം പറഞ്ഞ് വർത്തമാനം അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.